വോയിസാണ്. ഇന്നലെ ഞാൻ മീറ്റിംഗ് കൂടിയപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും കാര്യമില്ല, ലേബറിൻ്റെ പ്രശ്നം ലേബർ ഇല്ല സമർപ്പിക്കേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദിയോട് അത്ര ആത്മാർത്ഥമുള്ള വ്യക്തി അത് ആദിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആദി ഇന്ന് ലേബർ ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും അച്ഛനോട് നേരിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ ആര് വിളിച്ചാലും ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ചെന്നേ പറ്റൂ. അപ്പോൾ അച്ചു പോലീസ് സ്റ്റേഷനിൽ പോയില്ല, ബുദ്ധിമുട്ടുണ്ടാക്കി. വേറെ പത്തനംതിട്ട വിളിച്ചു, അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ ലേബർ ഓഫീസിലും പോകേണ്ടി വരുന്നുണ്ട്. അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ലാഭം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, ഇതൊരു ചാരിറ്റിയാണെന്ന്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. ഇന്നോട്ട് 2 വീഡിയോയാണ്. അപ്പോൾ 10-30,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. അതോടൊപ്പം മറ്റൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ ഇട്ട് വെള്ളം കുടിക്കുക ബുദ്ധിമുട്ടുകയാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ സമയം മെനക്കെടുത്തി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ജിജി എല്ലാവരെയും കൊണ്ടും ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് എഴുതി മേടിക്കണം. വെള്ളപ്പേപ്പർ മതി, റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് മേടിക്കണം. ഇനിയും ഇവിടെ എനിക്കോ അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ആരിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സ്റ്റാഫിനെ 5,000 വെച്ച് കട്ട് ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? ആദ്യം പോട്ടെ. ഇനിയും ഇവിടെ നിൽക്കുന്ന ഇത്രയും പേര്, വാട്സപ്പ് കൊടുത്ത ഇത്രയും പേരിൽ നിന്ന് ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയോ ഒരു ലേബർ ഓഫീസിൽ പോയിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളിൽ നിന്ന് 5,000 വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ മെനക്കെട് ഞാൻ കിട്ടുണ്ടായോ 5,000 വെച്ച് ഒരാളിൽ നിന്ന് 5,000 കട്ട് ചെയ്യും. ജിജി പ്രത്യേകം റവന്യൂ സ്റ്റാമ്പ് എഴുതി മതി, ഇന്നാൾ ജോലി ചെയ്യുന്നു, ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ആ കുട്ടിയെ വീക്ഷിച്ച് റിപ്പോർട്ട് തരാത്തതിന് കാരണമായി എൻ്റെ നിന്ന് 5,000 രൂപ കട്ട് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ നിൽക്കുന്ന എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ആദ്യം പിടിച്ച് നടന്ന 5 പേരും അതോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നവരും റിപ്പോർട്ട് കൊടുക്കുന്നവരും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുത്തി സഹിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ നിൽക്കുന്ന ഉടായ്പകളെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് തരണം, ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് നമുക്ക് തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ പറ്റുന്നില്ല. ആദ്യം പോട്ടെ. ഇനിയും ആരിൽ നിന്നും ഒലിവയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ നിൽക്കുന്ന ഇപ്പോൾ വാട്സപ്പ് തന്നവർ ഉൾപ്പെടെ ഇപ്പം 50 പേരുണ്ട്, 50 പേരിൽ നിന്ന് 5,000 വെച്ച് കട്ട് ചെയ്യുന്നതാണ്. അവർ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുക. ഇവരെന്തിനാണ് വന്നിരിക്കുന്നത്, ഇവർ ഉടായിപ്പാണോ ജീവിക്കാനാണോ വന്നേ? ആ ഉത്തരവാദിത്വം ചെയ്യാൻ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എങ്ങും കിട്ടാത്ത ശമ്പളവും ഫെസിലിറ്റിയും തരുമ്പോൾ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ അവസരം തരുമ്പോൾ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് അതിൻ്റെ പോസിബിലിറ്റി. അത് വേറെ ഒന്നും തന്നെ ഞങ്ങളുടെ മുമ്പിലില്ല. അപ്പോൾ അതുകൊണ്ട് എലിയെ തൊപ്പിച്ച് ഇല്ലെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ലോ. അതിലൊന്ന് കുറച്ച് പേർ ജീവിക്കാൻ വന്നെങ്കിൽ അവരന്നത്തേക്ക് അലുവായി ഇടുന്നില്ല. അപ്പോൾ ജീവിക്കാൻ വന്നവരാര്, ജീവിക്കാൻ അല്ലാത്തവരാരെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മാന്ത്രിക ശക്തിയൊന്നുമില്ല കണ്ടുപിടിക്കാൻ. അതിനാൽ കൂടെ നിൽക്കുന്ന നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കുട്ടികൾ ജീവിക്കാനാണോ അല്ലയോ എന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഇനിയും ഒരു പോലീസ് കേസോ ഒരു ലേബർ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാളിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് 5,000 വെച്ച് കട്ട് ചെയ്യാമെന്ന് പൂർണ്ണ സമ്മതത്തോടെ ഒപ്പിട്ട് റവന്യൂ സ്റ്റാമ്പിൽ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവരിവിടുന്ന് നിർത്തിപ്പോകാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ജിജി ശ്രദ്ധിക്കണം. ഉടൻ തന്നെ ഒരു വെള്ളപ്പേപ്പറിൽ മതി, റവന്യൂ സ്റ്റാമ്പ് ഞാൻ മേടിപ്പിച്ച് തരാം. അവരോട് എഴുതിപ്പിച്ച് അവരെ ഹാൻഡ് റൈറ്റിൽ എഴുതിപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുക. ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ 50 പേരിൽ നിന്ന് 5,000 രൂപ വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെക്കോട്ട് വടക്കോട്ട് നടക്കാൻ സമയമില്ല. അവിടെ ഓരോരുത്തരെയും വീക്ഷിക്കുന്ന ജോലി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക, അർമാദിക്കുക, പോവുക എന്നൊരു സിസ്റ്റം മാറ്റിയത്. അങ്ങനെ ആർക്കെങ്കിലും പോകണം ഇപ്പോഴും നിർത്തി